അയ്യോ എന്നാ ഇങ്ങോട്ട് പോവാ. ഞാനിങ്ങോട്ട് പോവാം. ചരിഞ്ഞ് ഓക്കെ. കീപ് ലെഫ്റ്റ്. കീപ് റൈറ്റ്. 1 2 3. ബുക്കിംഗാ? അല്ല പൊക്കിങ്ങ. അതെന്ത് പ്രോഗ്രാം? ഇവനെ പൊക്കാൻ വന്നവരാ പലിശക്കാര്. ആരാ? ആ അലാവുദ്ദീനും അത്ഭുത ബാലനും. ദൈവമേ ചതിച്ചോ. ഒന്ന് മാറോ. എന്നെ പോലെ ഒരാളെ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. മോള് തന്നെ പിടിച്ചേ. നീ എന്താ ഈ കോഴി അഞ്ചാ പിടിച്ച തന്നോടെ മാറാൻ പറഞ്ഞു. താങ്ക് യു. നീ ചിരിക്കണ്ട. നിന്നെ ഫ്രണ്ടിന് ബെല്ലടിച്ച് ബാക്കിൽ വന്നാലേ കാണാൻ പറ്റുന്ന. അയ്യോ ഞാൻ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതേ അല്ല. ആ കാശിന്റെ കാര്യം എന്തായി? ആ കാശ് ചെക്കിൽ. ഓ ക്യാഷ്. ബാലിന് ഞാൻ എത്ര ക്യാഷ് തരാനുണ്ട്? 26,000 രൂപ. 26,000 ഉറപ്പാണല്ലോ? ഉറപ്പ്. ഓക്കെ ഇക്കോ. എനിക്ക് 48,000. ആ മുതലും പലിശയും ചേർത്തേ. ഓ മുതലും പലിശയും ചേർത്ത്. ഓക്കെ ബാലന്റെ 26,000 ഞാനൊരു പോട്ടെ. 18-ാം തീയതി തരുന്നു. തരുന്നു. ആ തന്നല്ലോ? തന്നു. കിട്ടിയല്ലോ? കിട്ടി. ഓക്കെ അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. ഇക്കാടെ 48,000-ൽ ഒരു 25,000 ഞാൻ 28-ാം തീയതി തരുന്നു. അത് പറ്റില്ല. അവന് 18-ാം തീയതി കൊടുത്ത എനിക്ക് 28-ാം തീയതി. അത് പറ്റില്ല. എന്റെ കാശ് മാറ്റാണ്ട് കിട്ടിയല്ല. എന്റെ പിടിച്ച് തൂങ്ങാണ്ട് നിങ്ങൾ തമ്മിൽ തീർക്ക്. ആ 28 കുറച്ച് നേരത്തെ തരണേ. 25-ാം തീയതി തരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി ബാക്കി 25,000 29-ാം തീയതി തരുന്നു. ഓക്കെ ഒരു ദിവസം നേരത്തെ പ്ലീസ്. ഒരു വൺ ഡേ. 30-ാം തീയതി. ഓക്കെ. അപ്പൊ ഓക്കെ ആയല്ലോ. തരാനുള്ള കാശെല്ലാം ഞാൻ തന്നു കഴിഞ്ഞു. ഇനി നമ്മൾ നിങ്ങൾ ഒരു ഏർപ്പാടുമില്ല. ഓക്കെ വരട്ടെ. പിന്നെ ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ടേ പോകും. പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ ഓ പറഞ്ഞു. അങ്ങനെ താങ്ക് യു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ. ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. നിന്റെ ആശ കിട്ടില്ല. എന്റെ 18-ാം തീയതി കിട്ടിയില്ല. ഏത് 18-ാം തീയതി? വരുന്ന ദിവസം 18-ാം തീയതി കിട്ടിയില്ല. എന്റെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. എന്ത് കൺഫ്യൂഷൻ? നിങ്ങൾക്ക് ബോധമുണ്ടാ? നിങ്ങൾക്ക് ബോധമുണ്ടാന്ന്? അങ്ങനെ തരാനുള്ള 25,000 രൂപ വരുന്ന മാസം 25-ാം തീയതി തന്ന. അത് കിട്ടി. ബാക്കിയുള്ള 25,000 രൂപ വരുന്ന മാസം 30-ാം തീയതി തന്ന. കിട്ടി. അങ്ങനെ മൊത്തം 50,000 രൂപ കിട്ടിയ. അപ്പൊ മൊത്തക്ക് 50,000. എനിക്ക് 48,000 രൂപ കിട്ടാനുള്ളടാ. ആ മണ്ടറി കണക്കൂട്ടാ അറിയാൻ പാടില്ല. എനിക്ക് 2,000 രൂപ ലാഭം. ഈശ്വരൻ രക്ഷിച്ചു. എന്റെ അമ്മോ. അവരാരാ? അതെ കുറച്ച് പലിശയുടെ ഏർപ്പാടുണ്ടേ. എങ്കിലും ഒരു 50,000 രൂപ എനിക്ക് താ മോനെ. കൊടുപ്പില്ല എടുപ്പേ ഉള്ളൂ. ഞാനും ആ ടൈപ്പാ. അവന്മാര് തിരുമണ്ടന്മാരായതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ കൂടുതൽ കാലം പിടിച്ചേക്കാൻ പറ്റില്ല. അതെ തന്റെ ട്രൂപ്പിൽ ഞാൻ പണി നിർത്തി. ഞാൻ പോവുക ഏതെങ്കിലും നാട്ടിലേക്ക്. എന്ത് പണിക്ക്? കാശ് കിട്ടുന്ന എന്ത് പണിക്കും. ആഹാ ജോലിക്ക് ആളെ വേണമെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന. അതിന് കുറച്ചുപേര് വന്നിട്ടുണ്ട്. മാഡത്തിന്റെ അടുത്തോട് പറഞ്ഞു വിട്. ശമ്പളം കുറച്ച് മതി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു തിരുമണ്ടനെ ഫിക്സ് ചെയ്യാൻ പറ. അതെ ഈ ഇന്റർവ്യൂവിന് ഒന്നാണ് അങ്ങോട്ട് മാറിക്ക്. ബാത്റൂം അവിടെ എങ്ങാനും പോയി സാധിക്കണേ. എമർജൻസിയാ. അതിനായിരുന്ന നേരെ അകത്തോട്ട് കയറി ഇടത്തോട്ട് തിരിഞ്ഞു നേരെ അങ്ങോട്ട് പോയി. ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും തിരിയുന്നവരെ ചേർത്താൻ പറ്റൂല. അതെ ഇതൊക്കെ ഒന്ന് നോയിക്കൊണ്ടേ. അയ്യോ എന്റെ സാധനങ്ങള് എവിടെ? ഇവിടെ വെച്ചിരുന്ന എന്റെ സാധനങ്ങൾ കണ്ടോ? വരൂ കാണിച്ചു തരാം. ഇതാ ഇതിനകത്തുണ്ട്. എന്റെ തബലയും ഗിറ്റാറും എവിടെ ചോദിച്ചത്? പ്രപഞ്ചത്തിലെ സകല സാമഗ്രികളും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. A+B the whole square is equal to A square plus A+B. അതെ എന്റെ അയ്യോ എടാ എന്റെ തബല. അയ്യോ ഗിറ്റാർ. അയ്യോ ഓടരുത് ചേട്ടാ അതൊക്കെ പൊട്ടിപ്പോന്ന സാധനമാ. ഇങ്ങോട്ട് മാറോ. നിക്കണ്ടേ ഓടരുത്. ഇങ്ങോട്ട് മാറോ. എന്താണോ ഇത്? ആരാണോ കയറിപ്പോയ ഭീമൻ? എന്നെ എന്തിനാ തല്ലുന്നത്? ഇന്റർവ്യൂവിന് വന്നവരാന്ന് തോന്നുന്നു. അയാൾ ഇൻസ്റ്റമെന്റ് നമ്മളെ പേഷ്യൻസ് എടുത്തോണ്ട് ഓടി. പോയി നോക്കണോ? ഇത് കൊള്ളാമല്ലോ. ഓടരുത്. എടാ എടാ തന്നേച്ചോ എന്റെ ഗിറ്റാർ. ഓടാ പ്രാന്താ. എടാ അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഹിമാലയ പർവ്വത സാനുക്കളിൽ കന്മതമുണ്ടോ? 2 പേരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഫോൺ വന്നിരുന്നു. പക്ഷെ ലൈനിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്. ഒന്നും ക്ലിയർ അല്ല.
മിക്കവാറും നാളെ കൊറിയറിലെത്തും. ചെല്ല്. നല്ല ബെസ്റ്റ് അടിയായിരുന്നല്ലേ? കൊടുത്ത കൊല്ലത്തും കിട്ടും. അപ്പൊ ലോകം മുഴുവൻ കണ്ട. ഓ